എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഓഡിയോയിൽ യശശരീരനായ ശ്രീ MT വാസുദേവൻ നായരുടെ ഒരു ചെറുകഥയാണ്. നമുക്ക് കഥ കേൾക്കാം. കഥ അന്തിവെളിച്ചം. വാതിൽ തുറന്നപ്പോൾ അസുഖകരമായ ഒരു മണമാണ് അനുഭവപ്പെട്ടത്. നിവർത്താതെയിട്ട ഈറൻ തുണിയുടെ മണം. അവിടെ വായുവിന് ഈർപ്പമുള്ളതുപോലെ തോന്നി. ഇഷ്ടികകൾ പൊളിഞ്ഞ നിലത്ത് പരിചാരകൻ പെട്ടികളും ഹോൾഡോളും മടക്കി വച്ചു. അയാൾ മുറിയുടെ ഇരുണ്ട അന്തരീക്ഷത്തിൽ മധ്യത്തിൽ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അടച്ചിട്ട ജാലകങ്ങൾ തള്ളിത്തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മാനേജർ പറഞ്ഞു, "ഇതാണ് സർ ബെസ്റ്റ് റൂം, നല്ല വ്യൂ ആണ്." അയാൾ ഒന്ന് മൂളി. ജാലകങ്ങൾ വളരെ പ്രതിഷേധിച്ച ശേഷം പതുക്കെ കീഴടങ്ങി. പുറത്തെ മഞ്ഞവെയിൽ അകത്തേക്കൊഴുകി. ചളി പുരണ്ട ചുവരുകളിലേക്കും വാർണിഷ് മാഞ്ഞ മേശപ്പുറത്തേക്കും അരികിലെ ചൂരൽ കസേരയിലേക്കും അയാളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. നരച്ച കൺപോളകളും ഇടുങ്ങിയ കണ്ണുകളുമുള്ള മാനേജർ ധൃതിയിൽ പറഞ്ഞു, "നല്ല വെന്റിലേഷനുണ്ട്." അതിനും അയാൾ മൂളി. "നൈറ്റിൽ റൈസ് ആൻഡ് കറിയേ ഉണ്ടാവൂ, സ്പെഷ്യൽ വല്ലതും?" "വേണ്ട." അയാൾ ഷൂസ് അഴിച്ച് കട്ടിലിൻ്റെ ചുവട്ടിലേക്ക് നീക്കിയിട്ട് ചൂരൽ കസേരയിലിരുന്നു. മാനേജർക്ക് എന്തോ ആത്മസംതൃപ്തി വന്നില്ല. അയാൾ ജനാലയുടെ ഇരുമ്പഴികളിൽ പിടിച്ചുകൊണ്ട് പലതും പറഞ്ഞു. ആ നഗരത്തിൻ്റെ ചരിത്രം, അത് ഫ്രഞ്ചുകാരുടെ കയ്യിലായിരുന്നു. ദാ ജനാലയിലൂടെ നോക്കിയാൽ കാണുന്ന ആ കൂറ്റൻ കെട്ടിടമായിരുന്നു ഗവർണറുടെ ബംഗ്ലാവ്. അപ്പുറം കാണുന്നത് പട്ടാള ക്യാമ്പാണ്. പഴയ പ്രഭാവം അയാൾ ഒരു നെടുവീർപ്പോടെ അനുസ്മരിച്ചു. അന്ന് ഹോട്ടൽ ഈ നിലയിലായിരുന്നില്ല. ബാറുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഡിന്നറുണ്ടായിരുന്നു. മുറി ഒഴിഞ്ഞു കിടക്കാറില്ല. കാലം പോകുന്ന പോക്ക്. മാനേജർ ഒരു നിമിഷം എന്തോ ഓർത്തുകൊണ്ടെന്ന പോലെ നിന്നു. അയാളെല്ലാം കേട്ടു. എന്നിട്ട് അനുഭാവപൂർവ്വം ചിരിച്ചു. "ഇനി ഞാൻ എന്തു വേണം?" "ഒന്നും വേണ്ട." മാനേജർ പുറത്തു കടന്നു. വരാന്തയിൽ നിന്ന് അയാൾ വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും വേണമെങ്കിൽ സാർ ഈ കോണിയുടെ അടുത്ത് നിന്ന് വിളിച്ചാൽ മതി." "ആവട്ടെ." വാതിലടച്ച് അയാൾ വീണ്ടും ചൂരൽ കസേരയിലിരുന്നു. എന്തൊരു ക്ഷീണമാണ്. ജാലകത്തിലൂടെ കാറ്റിന് കുളിർമയുണ്ട്. കണ്ണെത്തുന്നിടത്തെല്ലാം വെള്ളമാണ്. മീൻ പിടിക്കുന്ന കൊതുമ്പ് തോണികൾ സഞ്ചരിക്കുന്നത് കാണാം. അന്തിവെളിച്ചം നദീജലത്തിൽ അലിഞ്ഞു ചേരുന്നു. അപ്പുറം തെങ്ങിൻ തോപ്പുകളുണ്ട്. ഒരു ചിത്രകാരൻ്റെ ഭാവനയെ തൊട്ടുണർത്തുന്ന പ്രകൃതി ദൃശ്യം. പണ്ടൊരു ചിത്രകാരൻ സുഹൃത്തായിരുന്നു. 8-10 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഒരുപാട് കാലം അപ്പുറമാണെന്ന് തോന്നും ഓർക്കുമ്പോൾ. ഇന്നലെ അയാളെക്കുറിച്ച് പത്രത്തിൽ വായിച്ചു. അയാളുടെ ചിത്രങ്ങൾ പാരീസിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു. അവരെക്കുറിച്ചൊന്നും ഓർക്കാറില്ല. അന്ന് സുഹൃത്തുക്കൾ മുഴുവൻ കലാകാരന്മാരായിരുന്നു. അന്ന് പറിച്ചു ചീന്തിക്കളഞ്ഞ ആ നാളുകളെ ചൊല്ലി ഇനി നെടുവീർപ്പിടരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട്. കാലത്തിൻ്റെ ചവിട്ടടികൾ തൻ്റെ ചുറ്റുമുണ്ടെന്ന് തോന്നി. മങ്ങിയ ചുമരുകൾ പണ്ട് പ്രകാശമുള്ളവയായിരിക്കും. ഇരുമ്പഴികളിൽ പച്ച ചായത്തിൻ്റെ അവശിഷ്ടങ്ങൾ പതിഞ്ഞു കിടക്കുന്നു. പൂപ്പ് പിടിച്ച ജനാലകൾ. ജീവിതത്തിൻ്റെ മറുകരയിലെത്താറാവുമ്പോൾ അനുഭവം ഇങ്ങനെയാവുമോ? നാളെയെക്കുറിച്ച് ഓർക്കാതിരിക്കുക എന്നതാണ് തൻ്റെ തത്വശാസ്ത്രം. അയാൾ സ്വയം ശാസിച്ചു. നിമിഷങ്ങളിൽ അവയുടെ വികാസത്തിൻ്റെ മൂർധന്യത്തിൽ ജീവിക്കുക. കണ്ണാടി തിരിച്ച് മുന്നിൽ നിർത്തി അയാൾ നോക്കി. തലയിൽ അങ്ങിങ്ങായി ഏതാനും ചെമ്പിച്ച മുടിനാരുകൾ മാത്രം തങ്ങി നിൽക്കുന്നു. പാർശ്വങ്ങളിൽ നര കയറിയിട്ടുണ്ട്. 35-ൽ വാർദ്ധക്യത്തിൻ്റെ പാടുകൾ ശരീരത്തിൽ പതിയുക പതിവില്ല. പക്ഷെ കണ്ണാടിയിൽ കാണുന്ന ആ രൂപത്തിൽ യുവത്വം തങ്ങി നിൽപ്പില്ല. അതിലയാൾക്ക് ഖേദമില്ല. 35 വർഷങ്ങൾ ജീവിക്കുകയായിരുന്നു. ചുരുട്ടുമൊത്തിക്കൊണ്ട് അയാൾ ജാലകത്തിനരികെ നിന്നു. അന്തിവെളിച്ചത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രകൃതിക്ക് കരഞ്ഞു മുഖം ചുവപ്പിച്ച ഒരു കന്യകയുടെ മട്ടുണ്ടായിരുന്നു. നദീതടത്തിലേക്കും തെങ്ങോലകൾക്കിടയിലൂടെ കാണുന്ന നീലിച്ച ശൂന്യതയിലേക്കും നോക്കുമ്പോൾ ഒരസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. എന്തൊരു മടുപ്പാണ്. അയാൾ മുറി പൂട്ടി പുറത്തിറങ്ങി. തണൽ പരന്നു കഴിഞ്ഞ പാതയിലൂടെ നടന്നു. ആ റോഡ് എത്തിച്ചേരുന്നത് അഴിമുഖത്തിനടുത്താണ്. നദീതീരം കൽപ്പടവുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു. 2 സിമൻറ്റ് ബെഞ്ചുണ്ട്. പക്ഷേ ആളുകൾ ആരുമില്ല. അവിടെ നിന്നാൽ ദൂരെ കടലും നദിയും കെട്ടിപ്പുണരുന്നത് കാണാം. അലകൾ ഉയരുകയും അമരുകയും ചെയ്യുന്നതും. മുന്നിൽ ശാന്തമാണ്, ആഴമേറിയ ശാന്തത. ആകാശം മങ്ങി. നിഴലുകൾ ഇരുട്ടിൽ ഒളിക്കുന്നു. അന്തി ഇരുളിൽ മുഴുകുന്നു. ആ വേളയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും അസഹ്യമായ സമയം. അജ്ഞാതങ്ങളായ വേദനകളുടെ നിഴൽപ്പാടുകൾ ഹൃദയത്തിലേക്ക് നീണ്ടെത്തുന്നു. അയാൾക്ക് വെറുപ്പ് തോന്നി. അയാൾ വീണ്ടും നടന്നു. വെറുപ്പുകളും സ്നേഹങ്ങളും എത്ര വേഗത്തിലാണ് സ്ഥലം പിടിക്കുന്നത്. മഞ്ഞും നിലാവും അലിഞ്ഞു ചേരുന്ന രാവുകൾ, പൗഡറിൻ്റെ സുഗന്ധം, ജമന്തി പൂക്കൾ, കിലുങ്ങുന്ന പൊട്ടിച്ചിരികൾ എല്ലാം അയാളെ അസ്വസ്ഥനാക്കുന്നു. അയാൾ വെറുക്കുന്നു. റോഡിൽ പീടികകൾ ആരംഭിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആദ്യം കണ്ടത് ആ ബോർഡാണ്, ഡ്രിങ്ക് ആൻഡ് എൻജോയ്. അയാൾ അങ്ങോട്ട് കയറി. അകത്ത് തിരക്കില്ല. ഒരൊഴിഞ്ഞ മേശയ്ക്കടുത്ത് ഇരിക്കാൻ ഭാവിക്കുമ്പോൾ വെയിറ്റർ പറഞ്ഞു, സർ, മുകളിൽ പോകാം. കുത്തനെയുള്ള കോണി കയറി മുകളിലെത്തി. ഒറ്റ മുറിയേ ഉള്ളൂ. താറുമാറായി കിടക്കുന്ന ഒരു മുറി. നടുവിലൊരു വട്ടമേശയും 4 കസേരകളുമുണ്ട്. ഒരു ഭാഗത്ത് പൊളിഞ്ഞ മരസാമാനങ്ങൾ കിടക്കുന്നു. മൂലയിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. 2 കണ്ണുകൾ. ഒരു നീണ്ട ചങ്ങലയുടെ അറ്റത്ത് ഒരു കൂറ്റൻ അൽസേഷ്യൻ കിടക്കുന്നു. ഒന്നും ചെയ്യില്ല സാർ, വയസ്സായിരിക്കുന്നു. കണ്ടാൽ ജീവനുണ്ടെന്ന് തോന്നുന്നില്ല. നിലത്ത് മുഖമമർത്തി ചലനമില്ലാതെ കിടക്കുകയാണ് നായ. കവടി പോയ ഒരു പിഞ്ഞാണം അതിൻ്റെ മുന്നിൽ വരണ്ട് കിടക്കുന്നു. ആ കണ്ണുകളിൽ നിസ്സഹായതയുണ്ട്. അയാൾ വിരലുകൾ ഞൊടിച്ചു നോക്കി. അനക്കമില്ല. ഇടയ്ക്കിടെ ആ കണ്ണുകൾ ഇളക്കിക്കൊണ്ടിരുന്നു. എന്തിനാണ് അതിനെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടിയത്? അയാൾ ചോദിച്ചില്ല. അവശത വിതുമ്പി നിൽക്കുന്ന ആ കണ്ണുകൾ ജീവിതത്തിലെ പ്രകാശമേറിയ നാളുകളെക്കുറിച്ച് ഒരുപക്ഷെ ഓർക്കുകയാവാം. ആ കണ്ണുകളിലേക്ക് കുറച്ചിടെ നോക്കിയപ്പോൾ അജ്ഞാതമായ ഒരു ഭീതി അയാളെ പിടികൂടി. എന്താ എടുക്കേണ്ടത് സാർ? അയാൾ ഒരു ക്വാർട്ടർ ക്വീൻ ആനിക്കും സോഡയ്ക്കും ഓർഡർ കൊടുത്തു. വെയിറ്റർ കോണിയിറങ്ങുമ്പോൾ വിളിച്ചു പറഞ്ഞു, ഒരു പ്ലേറ്റ് ചിപ്സും. ഗ്ലാസും പ്ലേറ്റും കുപ്പികളും മേശപ്പുറത്ത് വന്നപ്പോൾ ഒരു ഉന്മേഷം തോന്നി. വറുത്ത പൊറോട്ട കഷ്ണം നായയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. മൂക്കിന് തൊട്ടടുത്ത് വീണ കഷ്ണം മാത്രം നക്കിയെടുത്ത് അയാളെയും നോക്കിക്കൊണ്ട് അവൻ തല ചായ്ച്ച് കിടന്നു. അയാൾ അത് കാണുന്നില്ലെന്ന് നടിച്ചു. ഗ്ലാസ്സിലേക്ക് സോഡ പകർന്നു. തനിച്ചിരുന്ന് കുടിക്കാൻ രസമില്ല, കൂട്ടുകാർ വേണം. തൻ്റെ പഴയ സുഹൃത്തുക്കളെ ഓർത്തുപോയി. അവർക്ക് നന്മ വരട്ടെ. പൊയ്പോയ നാളുകളെ നിങ്ങളുടെ അസ്ഥിമാടങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കട്ടെ. അവരെല്ലാം പലതും നേടി, ആഗ്രഹിച്ച പദവികളിലെത്തി. അയാൾ ഇന്നും പച്ച പിടിക്കാത്ത പുറംപോക്കുകളിൽ ചുറ്റിത്തിരിയുകയാണ്. കുറ്റം ആരുടെയുമല്ല. അപ്പോൾ വേദനിച്ചിട്ട് കാര്യമില്ല. അടിയൊഴുക്കുകൾ അയാളെ എങ്ങോ എത്തിച്ചു. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. ഇങ്ങനെ നാളുകൾ കഴിയും. ഹോട്ടൽ മുറികളിലും ബാറുകളിലുമായി ജീവിതം വറ്റിപ്പോകുന്നു. അവസാനം തളർന്നു വീഴും. ഒരു പിടി ഓർമ്മകളും ഒരുപാട് വേദനകളുമായിരിക്കും സമ്പാദ്യത്തിൽ അവശേഷിക്കുക. ഓർക്കുമ്പോൾ, വേണ്ട, ഓർക്കരുത്. ഒരു രാത്രിയിൽ മതി വരുന്നതുവരെ കുടിച്ചു മെത്തയിൽ വീഴുക. അടുത്ത പ്രഭാതത്തിൽ ഉണരരുത്. അതാണ് പ്രാർത്ഥന. അതുമാത്രമാണ് പ്രാർത്ഥന. മുതിർന്ന തൻ്റെ കുഞ്ഞുനാളുകളെക്കുറിച്ച് അയാൾ ആരോടും സംസാരിച്ചിട്ടില്ല. ഓർക്കാൻ തന്നെ അറപ്പുണ്ട്. ഊണ് ഒരത്ഭുത സംഭവമായിരുന്നു. കരുണ നിറഞ്ഞ ഒരു വാക്ക് അലഭ്യ വസ്തുവായിരുന്നു. ചന്തമുള്ള ഒരു വീട് ഒരു സ്വപ്നമായിരുന്നു. ഒരുടുപ്പ് കടം ചോദിക്കാൻ കൂട്ടുകാരൻ്റെ വീടിൻ്റെ പടിപ്പുരയിൽ മണിക്കൂറുകളോളം കാവൽ നിന്നു. മുതിർന്നപ്പോൾ അതിനെല്ലാം പകരം വീട്ടി. കറൻസി നോട്ടുകൾ കരിയിലകൾ പോലെ പറപ്പിക്കുമ്പോൾ ഒരു പ്രതികാരത്തിൻ്റെ സംതൃപ്തി ഉണ്ടായിരുന്നു. നുരകൾക്കിടയിൽ നീന്തുന്ന ഐസ് കട്ടയിലേക്ക് അയാൾ കണ്ണുകൾ താഴ്ത്തി. മഗ് ചുണ്ടോടടുപ്പിച്ചപ്പോൾ വീണ്ടും മാഗിയെ ഓർത്തു. ഒരു രാത്രിയിലെ പ്രേമം. ഒരു രാത്രിയിലധികം നീണ്ടു നിൽക്കുന്ന പ്രേമത്തിൽ അയാൾക്ക് വിശ്വാസമില്ല. അതിലധികം പ്രതീക്ഷിച്ചവരാണ് പത്മയും സൂസി തോംസണും. പത്മയുടെ കണ്ണുകളിൽ തീ പറക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവളെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ഭർത്താവിനെ നോക്കി നിൽക്കുമ്പോൾ സ്വയം ഓർക്കുകയായിരുന്നു. വിഡ്ഢിയായ മനുഷ്യ, നിന്റെ ഭാര്യ എൻ്റെ മെത്തയിൽ എത്ര രാവുകൾ ഉറങ്ങിയിട്ടുണ്ട്. അന്ന് മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ പഴയ പെട്ടിക്കടിയിൽ നിന്ന് അവളുടെ പ്രേമലേഖനങ്ങളുടെ കെട്ടുകളെടുത്ത് വായിച്ച് രസിച്ചു. എന്നാലും അവളുടെ തീ ചിതറുന്ന കണ്ണുകൾ. സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു നടന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് അതെടുത്ത് തട്ടിക്കളിക്കുക ഒരു രസമായിരുന്നു. അയാൾ അസ്വാസ്ഥ്യത്തോടെ എഴുന്നേറ്റു. കടൽക്കര വിജനമായിരുന്നു. അകലെ തെങ്ങുകളുടെ നിഴലിൽ മുക്കുവർ വല തുന്നുകയാണ്. മണലിൽ മാളികയുണ്ടാക്കി കളിക്കുന്ന ഒരു കുഞ്ഞു മാത്രമാണ് സമീപത്ത്. കുട്ടിക്കാലത്ത് തൻ്റെ ഗ്രാമത്തിലെ പുഴക്കരയിലിരുന്ന് വീടുണ്ടാക്കി കളിച്ചിട്ടുണ്ട്.
ആ ഗ്രാമവും വൈക്കോൽ മേഞ്ഞപുരയും പടിക്കലെ നെൽവയലുകളും പടിഞ്ഞാറോട്ടുള്ള കുന്നും എല്ലാം ഒരവ്യക്ത ചിത്രമായി തങ്ങി നിൽക്കുന്നു. ആ ഗ്രാമം ഒരുപക്ഷെ തന്നെയും മറന്നു കാണും. 10 വർഷങ്ങൾ അല്ല 11 വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ അവസാനമായി കാലുകുത്തിയത്. അയാൾ തിരിഞ്ഞു നടന്നു. ഒതുക്കുകൾ കയറി തെങ്ങിൻതോപ്പിനിടയിലൂടെ ഊടുവഴി കടന്നാൽ എളുപ്പത്തിൽ റോഡിലെത്താം. പൊടിമണ്ണ് നിറഞ്ഞ വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് ആ വിളി കേൾക്കുന്നത്. ഏട്ടാ! വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്പരന്നു പോയി. പച്ചച്ചായം തേച്ച ഒരു ഗേറ്റിനപ്പുറത്ത് അവൾ നിൽക്കുന്നു. ആ അമ്പരപ്പിൽ നിന്ന് പിടഞ്ഞെഴുന്നേൽക്കാൻ ഏതാനും നിമിഷങ്ങൾ വേണ്ടി വന്നു. നാശം! അയാൾ അത് പറഞ്ഞില്ല. പക്ഷേ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ, കണ്ണുകളിൽ, ചുരുട്ടിപ്പിടിച്ച വിരലുകളിൽ എല്ലാം അതുണ്ടായിരുന്നു. ഇതറിഞ്ഞിരുന്നെങ്കിൽ. അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ഏട്ടൻ എന്ന് വന്നു? 7-8 ദിവസമായി. ഇനി ചോദിക്കേണ്ടത് അയാൾക്കറിയാം. ശാന്ത എന്നിവിടെ എത്തി? അയാൾക്കതറിഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടൻ എന്താ നിൽക്കണേ? ഇങ്ങോട്ട് കയറൂ. ഇവിടെ അവളെ കണ്ടുമുട്ടെന്ന് കരുതിയില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. പിന്നെ കാണാം. അവൾ പടിവാതിൽ തള്ളി തുറന്നു. മുകളിലത്തെ ഒതുക്കിൽ നിന്ന് കൊണ്ട് വെമ്പലോടെ പറഞ്ഞു, ഏട്ടൻ വരണം. ഈ പടിക്കലൂടെ പോയിട്ട്. അയാൾ അറച്ചറച്ചു നിന്നു. അവളുടെ മുഖത്ത് സംഭ്രമവും ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. ഒടുവിൽ അയാൾ പടി കയറി. ഇരുവശത്തുമുള്ള പൂപ്പടർപ്പുകൾക്കിടയിലൂടെ അവളുടെ പുറകിലായി നടന്നു. പോർട്ടിക്കോവിൽ കയറി. വാതിക്കൽ നിന്ന് അവൾ വിളിച്ചു പറഞ്ഞു, മോളെ, ഇതാരാ വന്നിരിക്കണേ? നോക്കിയേ. അവൾ തളത്തിലേക്കുള്ള വാതിൽക്കൽ തൂക്കിയ കർട്ടൻ മാറ്റി. നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് ഉമ്മറത്ത് അസ്വസ്ഥനായി അയാൾ നിന്നു. ഇങ്ങോട്ടിരിക്കൂന്ന്. അറച്ചറച്ച് അയാൾ അകത്തെ തളത്തിലേക്ക് കടന്നു. പ്ലാസ്റ്റിക് പിരിയിട്ട മേശക്കെടുത്തിരുന്നു. അപ്പോൾ അകത്തെ വാതിൽക്കൽ 4-5 വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നു നിന്നു. നല്ല ചന്തമുള്ള കുഞ്ഞ്. ചുരുണ്ട തലമുടിയും നേർത്ത നീലിമയുമുള്ള കണ്ണുകളും ചുവന്നു തുടുത്ത മുഖവും. അത്ഭുതം പെരുകുന്ന കണ്ണുകൾ അയാളുടെ മേൽ ഒന്ന് ഓടിക്കളിച്ചു. അയാളുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ മൃദുലമായ ചില ഭാവങ്ങൾ ഉണർന്നു. അയാൾ കൈകൾ നീട്ടി. ആ കുഞ്ഞ് നാണിച്ചുകൊണ്ട് അരിച്ചരിച്ച് അടുത്തു വന്നു. ചെല്ലും മോളെ, മോളുടെ അമ്മാമയല്ലേ? അയാൾ കുഞ്ഞിനെ അടുത്ത് ചേർത്ത് നിർത്തി. എന്നിട്ട് ചോദിച്ചു, നിനക്കെന്നെ അറിയുമോ? കുഞ്ഞു വിരലുകൾ കൊണ്ട് കണ്ണുപൊത്തി ചിരിച്ചുകൊണ്ട് നിന്നു. ഇതാണോ മൂത്ത കുട്ടി? ഒരു കുട്ടി തന്നെ ഉള്ളൂ. ആരാ ഇതൊക്കെ അന്വേഷിക്കണം? ശാന്തയുടെ വാക്കുകളിൽ പരിഭവമുണ്ടായിരുന്നു. അയാൾ ശാന്തയ്ക്ക് വന്ന മാറ്റം ശ്രദ്ധിച്ചു. അവൾ തടിച്ചിട്ടുണ്ട്. ഒരു കുടുംബിനിയുടെ അന്തസ്സും സംതൃപ്തിയുമാണ് മുഖത്ത്. കുഞ്ഞിൻ്റെ പേരെന്താ? പേര് പറയുമോളെ? അമ്മ പറഞ്ഞു, ചന്ദ്രിക. ഞാൻ ആദ്യം അറിഞ്ഞില്ല കേട്ടോ. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് വിളിക്കേ. ശാന്ത മേശവിരിയിലെ ചുളിവുകൾ നിവർത്തി. അയാൾ മേശപ്പുറത്തെ കടലാസ് പൂക്കളെ താലോലിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വളരെ മാറിയിട്ടുണ്ട്. മോളുടെ അച്ഛൻ രാവിലെ പോയതാണ്. ഈ വണ്ടിക്ക് വരാമെന്ന് പറഞ്ഞതാ. ഞാൻ അതും നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ ഭർത്താവിനെ പറ്റി അവൾക്ക് ചിലത് പറയാനുണ്ട്. ഏട്ടന് പരിചയമില്ലല്ലോ? ഇല്ല. അവൾ ചുമരിൽ നിന്ന് അവരുടെ ഫോട്ടോ എടുത്തു നീട്ടി. അയാൾ ശാന്തയുടെ ചുമരിൽ കൈവച്ചു നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടു. ആർദ്രത നിറഞ്ഞ കണ്ണുകളും സൗമ്യമായ മുഖഭാവവുമുള്ള ഒരു യുവാവ്. ഏട്ടനെ കണ്ടിട്ടില്ലാന്നേ ഉള്ളൂ, അസലായിട്ടറിയും. അയാൾ മൂളി. ഏട്ടൻ്റെ പുസ്തകമൊക്കെ വലിയ ഇഷ്ടമാണ്. അയാൾ നിസ്സാരഭാവത്തിൽ മന്ദഹസിച്ച് ഒരു ചുരുട്ടെടുത്ത് കത്തിച്ചു. അവൾ പിന്നെയും പറഞ്ഞു, അവർ അവിടേക്ക് വന്നിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. നല്ല സ്ഥലം. ഇവിടെ നിന്ന് അടുത്തൊന്നും അദ്ദേഹത്തിന് മാറ്റമുണ്ടാവില്ല. ആ വീട് സ്വന്തമാണ്. ഏട്ടൻ നാടും വീടൊക്കെ മറന്നല്ലേ? അതിനയാൾക്ക് ഉത്തരം പറയാനില്ല. മോളുടെ മുടിച്ചുരുളുകളിൽ വിരലുകൾ തലോടിക്കൊണ്ട് അയാൾ മുഖം കുനിച്ചിരുന്നു. വിഷാദ നിർഭരമായ ഒരു ഗാനം കേൾക്കുമ്പോഴെന്ന പോലെ ഹൃദയം കനക്കുകയായിരുന്നു. ബാല്യക്കാരൻ കാപ്പി കൊണ്ടുവന്നു. അവൾ കാപ്പി സ്വർണ്ണരേഖകളുള്ള വെള്ളക്കപ്പിലേക്ക് പകർന്നു വെച്ചു. പലഹാരം നിരത്തിയ ഒരു പ്ലേറ്റും. മറ്റൊരു മേശയുടെ വക്കിൽ വെച്ച് മോളെ കസേരയിലേക്ക് എടുത്തു വെച്ചു. ചുമരിൽ മോളുടെ ഒരു വലിയ വർണ്ണചിത്രമുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ട് കാപ്പി കുടിക്കുമ്പോൾ ശാന്ത പറഞ്ഞു, സ്കൂളിലേക്ക് അയക്കാറായി. പക്ഷേ എനിക്ക് പേടിയാ. മോളുടെ അച്ഛനും ഇവിടെ ട്യൂഷൻ മാഷയെ വെച്ച് പഠിപ്പിക്കുക. മാഷല്ല, ടീച്ചറാ, മോള് ഇടയിൽ കടന്ന് പറഞ്ഞു. അമ്മ ചിരിച്ച് അവളുടെ കവിളിൽ പതുക്കെ ഉമ്മ വെച്ചു. മഹാവികൃതിയാണ്. ഞാൻ പറഞ്ഞ കൂട്ടാക്കില്ല. അച്ഛനെ ഇത്തിരി പേടിയാ. അയാൾ അത് കേട്ടിരുന്നില്ല. ആവിച്ചുരുളുകൾ ഉയരുന്ന കാപ്പിപ്പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അസുഖകരമായ പലതും ഓർമ്മ വരികയായിരുന്നു.
സ്നേഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും അതിരുകൾ എത്ര ലോലമാണ്. അയാൾക്ക് ആദ്യമായി സ്നേഹം തോന്നിയ പെൺകുട്ടിയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അയാൾക്ക് ആദ്യമായി വെറുപ്പ് തോന്നിയ സ്ത്രീയും. ബന്ധുഗൃഹത്തിലെ വരാന്തയിലിരുന്ന് ടാറിട്ട അഴികൾക്കിടയിലൂടെ താഴെ മുറ്റത്തും പൂമുഖത്തും അവൾ നീങ്ങുന്നത് നോക്കിയിരിക്കുകയായിരുന്നു അയാൾ ദാഹത്തോടെ. പാവാടയും ജാക്കറ്റും ഇട്ട ഒരു കൊച്ചു പെണ്ണാണവൾ. അവളുടെ മുടിക്കെട്ടിൽ ഒരു മന്ദാരപ്പൂവുണ്ട്. വെറുക്കാൻ മാത്രം അറിഞ്ഞിരുന്ന മനസ്സിന് ഒരു കുളിർമ തോന്നിയിരുന്നത് അവളെ കാണുമ്പോഴാണ്. പിന്നീട് ഓർത്ത് ലജ്ജിച്ചിട്ടുണ്ട്. ലോകം എന്താണെന്ന് കാണുന്നതിന് മുമ്പാണത്. 21-ാം വയസ്സ്. ജീവിതത്തിൽ ഒട്ടുവളരെ സ്ത്രീകളുമായി പിന്നീട് പരിചയപ്പെട്ടു. സ്നേഹിതമാർ, ആരാധികമാർ, പ്രേമഭാജനങ്ങൾ. അവരിൽ പലരും ഇന്ന് ഓർമ്മയുടെ വെട്ടം വീഴാത്ത മൂലകളിലാണ്. പക്ഷേ ശാന്ത ഓർമ്മയിൽ ജീവിച്ചിരുന്നു. അയാൾ ഇല്ലെന്ന് നടിച്ചുവെങ്കിലും. ദയ നിറഞ്ഞ ഒരു വാക്കിനു വേണ്ടി കുതിച്ച ആ കാലത്ത്, പൊട്ടിപ്പൊളിഞ്ഞ ഓലപ്പായിൽ കിടന്ന് കരഞ്ഞ് രാവുകൾ കഴിച്ച ആ കാലത്ത് സ്നേഹത്തോടെ പെരുമാറിയത് അവൾ മാത്രമാണ്. അവളെ കാണുമ്പോൾ, അവൾ അടുത്തുവന്ന് നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ഹൃദയം നിറഞ്ഞു നിന്നു. ഏട്ടനെപ്പറ്റി അവൾക്ക് മതിപ്പായിരുന്നു. ഏട്ടൻ പറയുന്നതെല്ലാം അവൾക്ക് വലിയ കാര്യങ്ങളായിരുന്നു. വേണ്ട, അതൊന്നും ഓർത്തു പോകരുത്. ഹോട്ടലിൽ എങ്ങനെ? തരക്കേടില്ല. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇവിടെ വരുന്നുണ്ടെന്ന്. ഇരുട്ടു നിറഞ്ഞ ഒരു ഇടനാഴിയിൽ വെച്ച് ആദ്യമായി അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. വികാരത്തോടെ ഒരു സ്ത്രീയെ ആദ്യമായി സ്പർശിച്ചത് അപ്പോഴാണ്. അപ്പോൾ ആരാധന ഒഴിഞ്ഞിരുന്ന കണ്ണുകളിൽ നിന്ന് തീ പറന്നു. അയാളെ തട്ടിമാറ്റിക്കൊണ്ട് അവൾ ഗർജിച്ചു. ഏട്ടൻ എന്താ കാണിച്ചത്? ആ കണ്ണുകളിലെ തീഷ്ണതയ്ക്ക് മുമ്പിൽ അയാൾ ചൂളിപ്പോയി. എങ്കിലും കൈകൾ വീണ്ടും നീണ്ടു. എന്നെ തൊടരുത്, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവൾ പോകുന്നത് പകയോടെ അയാൾ നോക്കി നിന്നു. അവൾ മുഖം കനപ്പിച്ചുകൊണ്ട് നടക്കുമെന്നാണ് കരുതിയത്. പക്ഷേ പിറ്റേന്നും തലയിലെ മന്ദാര മലരിനേക്കാളും വെളുക്കെ ചിരിച്ചുകൊണ്ട് അവൾ അടുത്തു വന്നു. പക്ഷേ അയാൾ പക വെച്ചുകൊണ്ടാണ് നോക്കിയത്. ഉറങ്ങിക്കിടക്കുന്ന ഓർമ്മകൾ ഒരിക്കലും ഉണരാതിരിക്കട്ടെ. 21-ാം വയസ്സിലെ ആ ചാബല്യത്തെക്കുറിച്ച് അയാൾ ലജ്ജിക്കുന്നു. അവൾ വിവാഹിതയാകുന്നുവെന്ന് അറിഞ്ഞു. അവൾ ഭർത്താവിനും ഒരുമിച്ച് പോകുന്നുവെന്നതും അറിഞ്ഞു. അയാൾ ആ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചില്ല. അറിയാതെ വെറുപ്പിൻ്റെ ഒരു പാറക്കെട്ട് മനസ്സിൽ സ്ഥലം പിടിച്ചു. ഏട്ടൻ എന്താ ആലോചിക്കണേ? അയാൾ കുറ്റം കണ്ടുപിടിക്കപ്പെട്ട പോലെ പറഞ്ഞു. ഒന്നുമില്ല. അയാൾ അസ്വസ്ഥതയോടെ എഴുന്നേറ്റു. അവളുടെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് ചുമരിൽ തൂക്കിയ ചിത്രങ്ങൾക്കിടയിൽ അയാൾ കാണുന്നത്. അത്ഭുതപ്പെട്ടുപോയി. അയാളുടെ ചിത്രം. 15 വർഷങ്ങൾ ഒരാളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി തീർക്കും. കറുത്തു മിന്നുന്ന സമൃദ്ധമായ മുടി പിറകോട്ട് ചീകി വെച്ചിരിക്കുന്നു. തിളക്കമുള്ള കണ്ണുകൾ. മീശ കുരുത്തു കഴിഞ്ഞിട്ടില്ല. ഓജസ്സുള്ള ഒരു യുവാവ്. അയാളുടെ ആൽബത്തിൽ നിന്ന് പണ്ട് അവൾ പറിച്ചെടുത്തതാണത്. ശാന്തേ, അതിനിവിടെ സ്ഥാനം നൽകേണ്ടിയിരുന്നില്ല. ഏട്ടാ, അയാൾ തിരിഞ്ഞു നോക്കി. ഏട്ടൻ അവിടെ ഇരിക്കൂ. അയാൾ തിരിച്ചു വന്ന് കസേരയിലിരുന്നു. പറഞ്ഞാൽ ഏട്ടൻ മുഷിയരുത്. ഏട്ടനെപ്പറ്റി പലതും കേൾക്കുകയുണ്ടായി. നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് അയാൾ ദുർബലമായ സ്വരത്തിൽ പറഞ്ഞു. കുറേയൊക്കെ ശരിയാണ്. ഏട്ടൻ ഒരു വീടും കുടുംബവുമൊക്കെ ആയി താമസിച്ചുകൂടെ? ഏട്ടൻ എന്തിനാ ഹോട്ടലിൽ താമസിക്കണേ? ഞങ്ങളുടെ കൂടെ താമസിച്ചുകൂടെ? പുറത്ത് സന്ധ്യ കറുക്കാൻ തുടങ്ങിയിരുന്നു. അയാൾ എഴുന്നേറ്റു. ഇവിടെ താമസിക്കാം. രാത്രി വണ്ടിക്ക് മോളുടെ അച്ഛൻ വരാതിരിക്കില്ല. അല്ല, ഞാൻ പോട്ടെ. അയാൾ മോളെ എടുത്ത് അവളുടെ കുഞ്ഞിക്കവിളിൽ ഉമ്മ വെച്ച് താഴെ നിർത്തി. ശാന്തയുടെ മുഖത്ത് നോക്കാൻ ധൈര്യം പോരായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ മോള് കൈ ഉയർത്തി പറഞ്ഞു, ടാറ്റാ. നടക്കുമ്പോൾ അയാൾ നിശബ്ദമായി പറഞ്ഞു, ശാന്തേ, ഞാൻ നിന്നെ വെറുക്കുന്നില്ല. നീ രക്ഷപ്പെട്ടതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അവിടം പുണ്യഭൂമിയാണ്. എനിക്കവിടെ പ്രവേശനം അനുവദിക്കരുതായിരുന്നു. നാളെ അയാൾ ഈ സ്ഥലം വിടുകയാണ്. പതിവ് പോലെ കുത്തനെയുള്ള കോണി കയറി മുകളിലെത്തി. മങ്ങിയ വെളിച്ചത്തിന് താഴെ ഇരുന്നു. വിസ്കിയും സോഡയും ഓർഡർ ചെയ്തു. മുറിയുടെ ഇരുണ്ട മൂലയിലേക്ക് നോക്കിയപ്പോൾ വൃദ്ധനായ അൽസേഷ്യനെ കണ്ടില്ല. അഴിഞ്ഞുകിടക്കുന്ന ഇരുമ്പ് ചങ്ങല അയാൾ കാണുന്നു. അത് സ്വന്തം ജീവിതത്തെ ചുറ്റിപ്പിടിക്കുകയാണോ? കവിടി പൊളിഞ്ഞു വരണ്ടു കിടക്കുന്ന ആ പിഞ്ഞാണം അസുഖകരമായ പലതും ഓർമ്മിപ്പിക്കുന്നു. അയാൾക്ക് തളരുന്നത് പോലെ തോന്നി. ജലപ്പരപ്പിൻ്റെ ഈർപ്പവും വഹിച്ചെത്തുന്ന കാറ്റ് ചെവിയിൽ എന്തോ മന്ത്രിക്കുകയാണ്. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ ഗ്ലാസ് ചുണ്ടുകളിലേക്ക് ഉയർത്തി.
ഈ ഇരുട്ട് ഭീതിജനകമാണ്. ഇതോടെ ഇന്നത്തെ ഓഡിയോ പൂർണ്ണമാകുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. നന്ദി, നമസ്കാരം.